രാവിലെ തന്നെ അർജുനും ഫ്രീദുവും ജിൻഡോയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം ഗസ്റ്റ് ഇന്ന് വരുന്നുണ്ട്, വാട്ടർ ടാസ്ക്കാണ്. അപ്പം ഗസ്റ്റിനെ ഇൻട്രഫ്യൂ ചെയ്യിപ്പിക്കുന്ന സംഗതികൾ എന്താണെന്ന് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അവർ രണ്ടുപേരും ഈ പ്രാവശ്യം ഒരു ടീമാണ്. അപ്പം ജിൻഡോ പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും കിച്ചൺ ടീമിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന അതിഥികളെ സൽക്കരിക്കാനൊക്കെ പറ്റും, അതിലൂടെ നമ്മുടെ നല്ല ആഹാരമാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി പോയിൻ്റ് നേടാൻ പറ്റും എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അത് അർജുനും ഫ്രീദു സമ്മതിക്കുന്നുണ്ട്. എങ്ങനെയും കിച്ചൺ ടീമിൽ കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം പിന്നെ പറയുന്നുണ്ട്, ക്ലീനിങ്ങും ഇതൊക്കെ ഒന്നും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആരും അത് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ആഹാരത്തിൻ്റെ കാര്യം, നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും, നമുക്ക് ഗസ്റ്റിനെ കൂടുതൽ പോയിൻ്റ് നമുക്ക് നേടാൻ പറ്റും എന്നൊക്കെയാണ്. അതെങ്ങനെ കയറി പറ്റാനുള്ള ശ്രമമാണ് അവർ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലത്തെ പ്രൊമോയിൽ കണ്ടപ്പം എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞ കാര്യം ഏകദേശം ശരിയായിട്ടുണ്ട്. കാര്യം അവർ കിച്ചൺ ടീമിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. ഏതായാലും ജിൻഡോയുടെ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ അപാരമാണ്, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. കാര്യം ജിൻഡോ പറയുന്ന കണക്കിന് കിച്ചൺ ടീമിൽ കയറി ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കൊള്ളാം എന്ന്, ആഹാരത്തോട് എപ്പോഴും കൊള്ളാമെന്ന് പറയും. പക്ഷേ ക്ലീനിങ്ങും മറ്റേതുമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും അത് ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ലല്ലോ. അത് തന്നെയാണ് ജിൻഡോ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമയായിട്ട് നിൽക്കണം. അപ്പം ജിൻഡോയ്ക്കെതിരെ നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്ന മറ്റു മത്സരാർത്ഥികൾ ആരോപണം, ജിൻഡോ ഒരു ടീമായിട്ട് നിൽക്കുന്നില്ല, ടീമിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ആരോപണം. അത് പക്ഷേ തിരുത്തേണ്ടത് ജിൻഡോയുടെ ഒരു കടമയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ നമ്മൾ ഒത്തൊരുമയായിട്ട് നിൽക്കണമെന്ന്. അപ്പോൾ അർജുനും പറയുന്നുണ്ട്, ഞാനും കുഴപ്പമില്ലാതെ നിൽക്കും എന്ന് ഫ്രീദു സമ്മതിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവരുടെ വിജയം. ഇവർ നല്ലതെന്ന് പറയിപ്പിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ പറയുന്നുണ്ട്, ഗസ്റ്റുകൾ പലതും നമ്മളോട് മറ്റു മത്സരാർത്ഥികളെയൊക്കെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പം വളരെ നയത്തിലേ പറയാവുള്ളൂ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് പുലിവാൽ പിടിക്കരുതെന്ന്.